വാട്സ്ആപ്പ് ഗൈസ്, ഇറ്റ്സ് മീ ജോബിൻ ഹിയർ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഏകദേശം 5ഓളം വീഡിയോസ് ശ്രീധരൻ ആശാൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് അധികം ഡൗട്ട്സ് എന്ന് വെച്ചാൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിച്ച കാര്യങ്ങളും അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മളടുത്ത് പേഴ്സണലി ചോദിച്ച ഈ പുതുതായിട്ട് വന്ന കുറച്ച് പിള്ളേരുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് നമ്മൾ ചോദിക്കുന്നത് ഇപ്പോൾ ബ്രോ ഇതേപോലെ ചിക്സ് വന്നിട്ട് അവരുടെ അടുത്ത് ഇപ്പോൾ പുതുതായിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ചിക്സ് വന്നിട്ട് അവരുടെ അടുത്ത് ഇറങ്ങി ഡ്രൈവർ പ്രാവില്ലാതെ എങ്ങനെ പറപ്പിക്കാൻ പറ്റും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഹവായി കൂടില്ല, അതേപോലെ തന്നെ ഈ രാത്രി ട്രെയിനിങ്ങിൻ്റെ രീതികൾ എങ്ങനെയാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പിള്ളേർ വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ആശാൻ്റെ അടിച്ച് ചോദിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയുള്ളൊരു Q&A ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ആ ഒരു രീതിയിലാണ് ഇന്നത്തെ വീഡിയോ. അപ്പം മോസ്റ്റ്ലി പുതുതായിട്ട് വരുന്നത് ഇപ്പോൾ ഓൾറെഡി നല്ല രീതിയിൽ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഇതിനുള്ള ഏകദേശം കാര്യങ്ങളും അറിയായിരിക്കും. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ പുതുതായിട്ട് വരുന്നവർക്ക് വേണ്ടിയാണ്. നമ്മൾ മോസ്റ്റ്ലി യൂട്യൂബിലേക്ക് നോക്കിയായിരിക്കും ഇപ്പോഴത്തെ പിള്ളേരൊക്കെ വന്നിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ രീതിയിൽ വീഡിയോ ചെയ്യുകയാണ്. ഓക്കെ, ശരി, തുടങ്ങാം. മാന്യ പ്രേക്ഷകരെ, ഞാൻ കരിച്ചൽ ശ്രേയനാച്ചാൻ. ഞാൻ മുൻ വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ പൊടി കുഞ്ഞുങ്ങളെ എങ്ങനെ ഡ്രൈവർ പ്രാവില്ലാതെ പറത്തിയിറക്കാം, ഹവായി കൂടില്ലാതെ എങ്ങനെ പറത്തിയിറക്കാം എന്നതിനെപ്പറ്റി ഞാൻ പറയുകയാണ്. പക്ഷേ അതിന് മുമ്പ് മുഖവരയായിട്ട് ഞാൻ ഒരു കാര്യം പറയുകയാണ്. ഹവായി കൂടിൻ്റെ ആവശ്യമില്ല, പ്രത്യേകിച്ച് തുറന്ന് വിട്ട് ഇണക്കേണ്ട ആവശ്യമില്ല, ഡ്രൈവർ പ്രാവിൻ്റെ ആവശ്യമില്ല. ഇത് ഇല്ലയെന്ന് പറയാൻ കാരണം ഞാൻ ഇന്ന് വരെ ഇതൊന്നും ചെയ്ത് പ്രാവ് പറത്തിയിട്ടില്ല. എൻ്റെ വീട്ടിൽ പ്രാവ് കുഞ്ച് മിക്സിങ്ങും ആയിട്ടില്ല. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പറയുമ്പോൾ ഞാനൊരു പ്രാവ് കുഞ്ച് കാണിച്ചു തരാം. ഇത് വെള്ളക്കയറ സബ്ജ ലൈനേജാണ്. 3 കല്ലിയായി, 3 കല്ലിയായി, 2 വശത്തും അത് വരണം. കണ്ടോ, 3 കല്ലിയായി. ഇതിൻ്റെ കൂടെയുള്ള കുഞ്ഞാണ് ഓരോ ജോഡി പ്രാവിനും അടയാളം ഇട്ടിട്ടുണ്ട്. കണ്ടോ, അതിനും അതേപോലെ എടുത്ത കല്ലിട്ടിട്ടുണ്ട്. കണ്ടോ, ഇത് ഒരു ജോഡിയുടെ കുഞ്ഞുങ്ങളാണ്. ഇതിന് 3 കല്ലിയായുള്ള 1, 2, 3. ഈ അപ്പുറത്തെ ചെലവിനും കറക്റ്റ് ആയിരിക്കണം. 1, 2, 1, 2, 3. ഇപ്പുറത്ത് 2, 4, 6, 7, 10 കല്ലിയാവുമ്പോൾ 1 വയസ്സാവും. അപ്പോൾ ഈ കുഞ്ഞിവിടെ 5 മണിക്കൂർ വരെ പറത്തിയതാണ്, 3 കല്ലിയായത്. അപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടത്, പുതിയ വളർത്തുകാർ ചെയ്യേണ്ടത്, ഹവായി കൂടെ ഒന്നും വേണ്ട, ഡ്രൈവർ പ്രാവും വേണ്ട. ഇപ്പം ഈ 2 കുഞ്ചിനെ നിങ്ങൾക്ക് ഇണക്കണമെങ്കിൽ നിങ്ങളൊരു 5 പ്രാവിനെ തുറന്ന് വിട്ട് തിന്നാൻ കൊടുക്കുമ്പോൾ, ഇപ്പോൾ 6 മണിക്കെങ്കിൽ 6 മണിക്ക്, 7 മണിക്കെങ്കിൽ 7 മണിക്ക്, ഷെട്ട് കൂടിൽ അത് ശരിയാവില്ല. ഞാൻ ഓപ്പണായിട്ട് കൂടി വെച്ചേക്കുന്നതുകൊണ്ട് ഓപ്പണായ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാനവിടെ തറയിൽ തുറന്ന് വിടും. എല്ലാ പ്രാക്കളെയും തുറന്ന് വിട്ടതിന് ശേഷം അതൊന്ന് അടിച്ച് കുടഞ്ഞൊക്കെ നിന്നതിന് ശേഷം ഇതിലൊരു കുഞ്ചിനെ തുറന്ന് വിടും. അപ്പോൾ ഒരു പ്രാവ് മോട്ടിൽ കയറാനോ എടുക്കാനോ ചിലവില്ലാത്ത പ്രാവാണ്. ഈ ഒരു കുഞ്ചിനെ തുറന്ന് വിട്ട് ഞങ്ങൾ തിന്നാൻ കൊടുക്കുമ്പോൾ ഒരു 5-6 ദിവസം തിന്നാൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഈ കുഞ്ച് പിന്നീട് ഇവിടെ ഇരുന്ന് കളിച്ച് മോട്ടിൽ കയറും. മോട്ടിൽ കയറി അകത്തെ വെച്ചാൽ കാക്കയോ കോഴിയോ കൊത്തി എഴിച്ച് പറക്കും. ഇവിടെ തനിയെ പ്രാവ് പറന്നിറങ്ങാനാണ്. ഞാൻ മുൻ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, കൈകൊണ്ട് ഞാൻ പ്രാവ് കുഞ്ചെടുത്ത് പറക്കില്ല. ഒരു 2-4 റൗണ്ട് ഇങ്ങനെ പറന്ന് വരുമ്പോൾ ഈ പ്രാവുകളെ, താഴെ കിടക്കുന്ന പ്രാവുകളെ ഒന്ന് തട്ടി കാണിച്ചു കൊടുക്കും. ഇതനങ്ങുമ്പോൾ ഈ കുഞ്ച് വന്ന് ഈ പ്രാവിൻ്റെ അടുത്ത് തന്നെ ഇറങ്ങും. അതാണ് തെങ്ങിലും മരങ്ങളിലൊന്നും ഇറങ്ങാതെ പ്രാവ് ഇറങ്ങണതിൻ്റെ രഹസ്യം. അതുകൊണ്ട് ഡ്രൈവർ പ്രാവിൻ്റെ ആവശ്യമൊന്നും എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല, എനിക്കങ്ങനെ ശീലവുമില്ല. ഒരുപാട് വെട്ടുപ്രാവുകൾ ഉള്ള കൂട്ടത്തിൽ ഒരു കുഞ്ചിനെ തുറന്ന് വിട്ട് തിന്നാൻ കൊടുക്കുന്ന പരിചയം മാത്രം മതി. ഹവായി കൂട്ടിലിടേണ്ട കാര്യം ഇവിടെ ഹവായി കൂട്ടിൽ ഇട്ടിട്ടില്ലേ. ഡ്രൈവർ പ്രാവ് വെച്ചും പറത്തിയിട്ടില്ല. ഇത് 5-6 മണിക്കൂർ പറന്ന പ്രാവാണ്. ഇപ്പോൾ വൈരിയടി ശല്യമുള്ളതുകൊണ്ട് പറത്താതെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇത് സത്യമാണ് പറയുന്നത്. ഹവായി കൂട്ടിൻ്റെ ആവശ്യവുമില്ല, ഡ്രൈവർ പ്രാവിൻ്റെ ആവശ്യവുമില്ല. പ്രാവ് വളരെ ശ്രദ്ധയോടെ വെട്ട് പ്രാവിൻ്റെ കൂടെ ഓരോ ചിറവുള്ള കുഞ്ച് തുറന്നു വിടണം. തുറന്നു വിട്ടാൽ അത് ചാടി എഴിച്ച് അവിടെ കയറി ഇവിടെ കയറി ഇറങ്ങി തനിയെ പറന്നിറങ്ങും. ഇനി അടുത്ത്
എൻ്റെ തമരക്കെന്ന് പറഞ്ഞാലുണ്ടല്ലോ കിട്ടില്ലം തമരായിരിക്കും ഇതാ നോക്കി ഉണ്ടാ ഇനി ഇത് കൊച്ചു കുഞ്ചാണ് നോക്കി അരക്കല്ലിയാവുന്നതേ ഉള്ള കണ്ടോ മുക്കാ കല്ലിയായി കണ്ടോ കണ്ടോ 2 ചെറുവിനും അത് വരണം മുക്കാ കല്ലിയായ കുഞ്ചാണ്. ഇനി ഇതിൻ്റെ കൂടെ തിരിഞ്ഞ ഒരേ അച്ഛനും അമ്മയ്ക്കുമുള്ള കുഞ്ചാണ് കണ്ടോ കണ്ടോ ഇതിനും ഇതാ കല്ലി വീഴുന്നതേ ഉള്ളൂ കണ്ടോ ഇപ്പുറത്തെ ചെറുവിനും വരണം കണ്ടോ അത്ര അരക്കല്ലി പോലും ആവാത്ത കുഞ്ചാണ്. ഈ കുഞ്ചിൻ്റെ തമര കാണിച്ചു നോക്കി ഉണ്ടല്ലേ ഇത് അരക്കല്ലിയേ ആയിട്ടുള്ളൂ. ഇതിവിടെ ഏതാണ്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ പറന്നിരിക്കുകയാണ്. 1.5 മണിക്കൂർ പറന്ന കുഞ്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു രഹസ്യം എന്ന് പറയണത് പ്രാവ് വംശവും തവരും നോക്കി സെറ്റ് ചെയ്യുമ്പോൾ ആ കുഞ്ചിന് ഭയങ്കര മെമ്മറി പവറായിരിക്കും. അത് തനിയെ അഴിച്ച് പറന്നിറങ്ങും. ഈ അരക്കല്ലിയായ കുഞ്ച് ഇവിടെ 1.5 മണിക്കൂർ 1.5 മണിക്കൂർ വരെ പറന്ന കുഞ്ചാണ്. ഈ പറക്കണമെന്ന് പറഞ്ഞാൽ ഒരു 6 മണിക്ക് തുറന്നു വിടും. അഴിച്ച് നിന്ന് പറക്കും. കുറേ വെട്ടുകളെ തുറന്നു വിടുക ഇറങ്ങും. കാരണം ഇവിടെ പരന്തും വൈരിയും ഇപ്പോൾ ഭയങ്കര ശല്യമാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലം ഡ്രൈവർ പ്രാവും ഹവായി കൂടെയൊക്കെ മെനഞ്ഞാന്ന് വന്നേ. എത്ര വർഷമായി ഹവായി കൂടെയൊക്കെ വന്നിട്ട്. പിന്നെ ഈ ഷെട്ടിൽ കിടക്കുന്ന പ്രാവ് പൂജപ്പുര ജയിലിൽ കിടക്കുന്ന കൊലപ്പുള്ളികളെ ജയിൽ പുള്ളികളെ പോലെയാണ്. കാരണം എന്താ പറയുക ഇവരിങ്ങനെ ഇടുങ്ങിയ കൂട്ടിനകത്ത് കിടക്കില്ല അതിൻ്റെ കാമ്പൗണ്ടിനകത്ത്. അതുപോലെ തന്നെ ഹവായി കൂടുതൽ ഷെട്ടിനകത്ത് തിന്നാൻ കൊടുക്കുന്ന പ്രാവ് കുഞ്ചുകൾ ചിലപ്പോൾ വെളി കാണും പേടിച്ചങ്ങ് പോകും. പിന്നെ വരില്ല. അതുപോലെ ഷെട്ടിൽ പ്രാവ് വളർത്തുന്നത് കൊണ്ട് നമുക്കും കുഴപ്പമുണ്ട്. നമുക്കും ആസ്മയും എന്നെ അത് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് ആക്ഷേപിച്ചിട്ടുണ്ട്. ആശാനെ ഏത് ഡോക്ടറെയാണ് കാണിക്കുന്നത്, ആ ഡോക്ടറെ പേരൊന്ന് പറഞ്ഞു തരൂ. എന്നെ ആക്കിയതാണ്. പക്ഷെ അവരിൽ ചിലവരൊക്കെ ഇപ്പോൾ പ്രാവ് വെച്ച് നിർത്തിപ്പോയി ആത്മ തുടങ്ങി വെച്ച് മാപ്പ് പറഞ്ഞവരുമുണ്ട്. എൻ്റെ അടുത്ത് മാപ്പൊന്നും പറയേണ്ട കാര്യമില്ല. എൻ്റെ അനുഭവമാണ് പറയുന്നത്. എനിക്ക് 74-ാമത്തെ വയസ്സാണ്. ഞാൻ വെറും പച്ചലകളുടെ അരച്ച് ഇലക്കിയാണ് കുടിക്കുന്നത്. എൻ്റെ ആവശ്യത്തിനൂടെ കുറേ പച്ചലകൾ നട്ടിട്ടിട്ടുണ്ട്. പിന്നെ ചില ആഹാരം കഴിക്കുമ്പോൾ പ്രശ്നം വരുമ്പോൾ ആഹാരം മുഴുവൻ തൈര് ഇപ്പോൾ ഒരു 1.5 മാസം കൊണ്ട് തൈര് കഴിച്ചപ്പോൾ എനിക്ക് ശ്വാസം മുട്ടില്ല. തൈര് മാറ്റിയപ്പോൾ ശ്വാസം മുട്ടില്ല മാറി. ആശുപത്രിയിൽ പോയാൽ മരുന്ന് നമുക്ക് കിഡ്നിയും അത് കഴിച്ചു പോകും. അവർ പഠിച്ചതാണ് ചെയ്യുന്നത്. ഇത് നാടൻ ചികിത്സയിൽ. അതുപോലെ പ്രാവ് ഉറപ്പായിട്ടും കണ്ണും നോക്കല് ചുണ്ട് നോക്കല്ലെന്ന് പറയും പോലെ പറയുകയാണ്. ഡ്രൈവർ പ്രാവിൻ്റെ ആവശ്യമൊന്നുമില്ല, ഹവായിക്കുട്ടിൻ്റെ ആവശ്യമില്ല. തുറന്ന് വിട്ട് തിന്നാൻ കൊടുക്കുമ്പോൾ പ്രാവ് അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് പറന്ന് കയറി. പിന്നെ കൂടുതൽ പ്രാവ് ചിറവുള്ള പ്രാവ് തുറന്നു വിടരുത്, 1 അല്ലെങ്കിൽ 2. കാരണം കൂടുതൽ തുറന്നു വിട്ടാൽ എഴിച്ച് നിന്ന് പറക്കുമ്പോൾ ചിലതിന് പറക്കാൻ ഭയങ്കര ചിലവാണ്. ഞാൻ ആ മുൻ വീഡിയോയിൽ പറഞ്ഞു ആദ്യം എഴിക്കുന്ന കുഞ്ചി തന്നെ 3 മണിക്കൂർ 4 മണിക്കൂർ പറന്ന ചരിത്രം എനിക്കുണ്ട്. പറന്നിട്ട് ഇറങ്ങാറിഞ്ഞൂടെ വന്നൊക്കെ വീഴും. അതുകൊണ്ട് ഹവായിക്കുട്ടിൻ്റെ കാര്യവും ഇങ്ങനെ ആവശ്യമൊന്നുമില്ല. തുറന്നു വിട്ട് നമ്മളിപ്പോൾ എന്തായാലും പ്രാവ് തുറന്നു വിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞല്ലേ പിടിച്ചൊക്കെ അടയ്ക്കും. ഞാനാണെങ്കിൽ ഇവിടെ പ്രാവ് തുറന്നു വിട്ട് ഒരു 3/4 മണിക്കൂർ മണ്ണും കല്ലും പച്ചലയൊക്കെ കിടക്കണുണ്ടില്ലേ അതിന് വേണ്ടി നട്ടിട്ടേക്കുന്നതാണ്. എല്ലാം ഒക്കെ തിന്നിട്ട് വന്ന് നമ്മളെ കാലിലൊക്കെ കൊത്തും. അപ്പോൾ തട്ടം എടുത്ത് വയ്ക്കും. ആദ്യം കുറച്ച് കൂര വിടും, പിന്നീട് കുറച്ച് കമ്പം പുല്ലിടും. അങ്ങനെ ഒരു അരവയറൊക്കെ ആയതിനു ശേഷം ഒരു 5-6 ഗോതമ്പ് കിട്ടത്തക്ക രീതിയിൽ ഗോതമ്പ് ഇടും. ഇപ്പോൾ ഒരു കൊല്ലം കൊണ്ടാണ് എനിക്ക് വയ്യാത്തതുകൊണ്ട് കൂട്ടിനകത്ത് തിന്നാൻ. എന്നാലും പുഞ്ചിരിക്കണതിനെല്ലാം തുറന്നു കിട്ടി തന്നെ തിന്നാൻ. അത് കഴിഞ്ഞിട്ട് ഒരു 5-6 ചുണ്ടൻ കടലയിടും. വെള്ളമൊക്കെ നന്നാ കുടിച്ചതിന് ശേഷം പിടിച്ച് കയറ്റും. പിന്നെ പിടിച്ച് കയറ്റുമ്പോൾ നമ്മൾ വെള്ളം കുടിച്ചിട്ടുണ്ടോ നോക്കും. കുടിച്ചിട്ടില്ലാത്തതിന് കോരി കൊടുക്കും. അല്ലാതെ പ്രത്യേകിച്ച് ഹവായിക്കൂടി എനിക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ഇതുവരെ എടുത്തിട്ടുള്ള വീഡിയോകൾ പ്രേക്ഷകർ മനസ്സിലാക്കണം. എൻ്റെ അനുഭവങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. ശരി. അതേപോലെ തന്നെ വേറൊരാൾ ചോദിച്ചിട്ടുണ്ട്, ഇതേപോലെ രാത്രി ട്രെയിനിങ് ഈ കയറ്റിക്കൊണ്ടുവരുമല്ലേ, അപ്പോൾ അത് ഫസ്റ്റ് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫസ്റ്റ് എങ്ങനെയാണെന്ന് പറയുമ്പോഴും നമ്മളിപ്പോൾ ഞാൻ ഇന്നാളെന്ന് പറഞ്ഞതാണ് 6 മണിക്കൂർ ടൈം കണ്ടിരിക്കുന്ന ഒരു പ്രാവ്. ഈ 6 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് 12 മണി തൊട്ട് വൈകിട്ട് 6 മണി. 6 മണിക്ക് എന്തായാലും നമ്മൾ പ്രാവ് ഇറക്കാൻ നിൽക്കില്ല. 7 മണി ലൈറ്റൊക്കെ ഇട്ടതിന് ശേഷം ഇറക്കാൻ നിൽക്കും. ഇത് പറക്കുന്ന പ്രാവിൻ്റെ കാര്യമാണ് പറയുന്നത്. അല്ലാതെ അടിച്ച് പഠിപ്പിച്ച് പറക്കുന്ന പ്രാവിൻ്റെ കാര്യമില്ല. കണ്ടിന്യൂ പറവയിൽ വരണം. പറത്ത് പ്രാവ് കുഞ്ചിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോഴും നിങ്ങൾ 12 മണിക്ക് വിട്ട് 7 മണിക്കൊക്കെ, അതാണ് ഞാൻ മുൻ വീഡിയോയിലും പറഞ്ഞത്, നല്ല ഇരുട്ട് കണ്ടതിന് ശേഷമേ പ്രാവ് വിട്ടിടാവും. അപ്പോൾ ഇങ്ങനെ വന്നു. അപ്പോഴും നമ്മൾ 7 മണിക്കൂർ പറന്നിരിക്കണമെന്ന് വിചാരിക്കാം.
7 മണിക്കൂർ പറന്നു. അപ്പോൾ ആ പ്രാവിനെ നൈറ്റിലോട്ട് കൊണ്ടുവരാൻ, ആ പ്രാവ് നൈറ്റിൽ പറക്കാൻ കപ്പാസിറ്റി ഉള്ള പ്രാവായിരിക്കണം. ചില പ്രാക്കൾ ഒരു 6:30 ഇരുട്ട് വരുമ്പോൾ തന്നെ അവിടെ ഇറങ്ങണം ഇവിടെ ഇറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണ് മങ്ങി ചെന്ന് ഇടിച്ചൊക്കെ വീഴും. അതൊന്നും നൈറ്റ് പോവില്ല. നൈറ്റ് പറക്കാൻ കപ്പാസിറ്റിയുള്ള പ്രാവിന് ഇപ്പോൾ 7 മണിക്കൂർ പറവ കണ്ടിരിക്കുന്ന ഒരു പ്രാവ് നമുക്ക് ആദ്യം ഒരു 1 മണിക്കൂർ നൈറ്റിലോട്ട് വിടാം. അപ്പോഴും നമ്മൾ 2 മണിക്ക് വിടണം. 12 മണിക്ക് വിട്ടിരിക്കുകയല്ലേ, 2 മണിക്ക് വിടണം. അപ്പോൾ ഈ കുറഞ്ഞ 2 മണിക്കൂർ രാത്രി അത് കയറണമല്ലോ. ഈ പറന്ന പറവ എന്തായാലും പറക്കണമല്ലോ. 2 മണിക്കൂർ കയറുമ്പോൾ വെട്ടിട്ട് പ്രാവിനെ പയ്യെ ഇറക്കണം. പറഞ്ഞു തീർന്നു, കുറേ ജോലിയുണ്ട്. അപ്പോൾ ഈ 2 മണിക്ക് വിട്ട് പ്രാവ് 8 മണിക്ക് ഇറങ്ങി. ചിലപ്പോൾ പിറ്റേന്ന് റെസ്റ്റ് ആയിരിക്കും. അത് വളർത്തുകാരൻ്റെ സൗകര്യമാണ്. 1 റെസ്റ്റ് കൊടുക്കണോ, 2 റെസ്റ്റ് കൊടുക്കണോ, 3 റെസ്റ്റ് കൊടുക്കണോ എന്നുള്ളത് വളർത്തുകാരൻ്റെ ഇതാണ്. ഈ 6-7 മണിക്കൂറാവുന്നവരെ കണ്ടിന്യൂ ദിവസവും പറക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പകൽ എത്ര കുറച്ച് കൊടുക്കണോ അത്രയും രാത്രി കയറ്റണം. അങ്ങനെ രാത്രി നല്ല എക്സ്പോർട്ടായതിനു ശേഷം പേടിക്കേണ്ട. വൈകിട്ട് ഒരു 8 മണിക്ക് പ്രാവും പിടിച്ച് വിട്ടും വെച്ച് കുറേ നേരം ഒരു രസത്തിന് വേണ്ടി കണ്ടുകൊണ്ടിരുന്നിട്ട് ആഹാരം കഴിച്ചിട്ട് കുളിച്ചും കൊണ്ട് കിടന്ന് സുഖമായിട്ട് കിടന്നുറങ്ങിയാൽ മതി. ഉറക്കം വരില്ല, ഉറങ്ങിയാൽ മതി. പ്രാവ് നേരം വിളിച്ച് തന്നെ ഇറങ്ങും. വിട്ട് കണ്ട് ഇറങ്ങി ശീലിക്കുന്ന പ്രാവായിരിക്കണം. തോന്നുമ്പോൾ ഇറങ്ങുന്ന പ്രാവായിരിക്കും. അതാണ് പ്രാവ് പറത്തലിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രാവ് ഇറക്കുമ്പോൾ വെട്ട് കണ്ട് 5 മിനിറ്റെങ്കിലും പറന്നിട്ട് തന്നെ പ്രാവ് ഇറങ്ങണം. ചില പ്രാക്കൾ വെട്ട് കണ്ടാൽ പിന്നെ മോളിൽ വെച്ച് പറക്കും, നല്ല ടൈം പറക്കും. വെട്ട് കണ്ടിറങ്ങുന്ന പ്രാവ് ഇറങ്ങാൻ സമയത്തിന് വന്ന് തള്ളി നിൽക്കും. വെട്ട് കണ്ടാൽ തന്നെ ഇറങ്ങും. തീർച്ചയായും പറക്കുന്ന പ്രാവ് തേച്ചു. അതുകൊണ്ട് നൈറ്റിലോട്ട് കൊണ്ടുവരുമ്പോൾ പകല കുറച്ച് കൊടുക്കണം, നൈറ്റിലോട്ട് കയറ്റിക്കൊണ്ടുവരിക. അതിൻ്റെ പിറ്റേന്ന് പകല അവരുടെ താല്പര്യത്തിന്. ഇപ്പോൾ രാത്രി 12 മണി വരെ പറന്നു, ഇനി നമുക്കിതൊരു 10 മണി തൊട്ട് 12 മണി വരെ പറക്കുമെന്ന് നോക്കണം. അങ്ങനെ കയറ്റി കൊണ്ടുവരും. ഇവിടെ ചിലവർ പറയുന്നത് രാത്രി 10 മിനിറ്റ് കയറ്റി. ഇതൊക്കെ ശുദ്ധ അബദ്ധം. നിങ്ങളിങ്ങനെ ചിന്തിച്ച് നോക്കി, 12 മണി തൊട്ട് 7 മണി വരെ പറന്നു വയ്ക്കും. ഇരുട്ടിന് നല്ല കപ്പാസിറ്റിയുള്ള പ്രാവാണ്. അപ്പോൾ ഈ കുറച്ച് കൊടുക്കുന്ന 2 മണി, ഈ 2 മണിക്കൂറാണ് കുറച്ച് കൊടുക്കുന്നത്. ആ 2 മണിക്കൂറിൽ 1 മണിക്കൂർ കൂടെ കയറി പറക്കണ്ടേ. അപ്പോൾ അതിനെ എപ്പോൾ ഇറക്കണം, അത് എപ്പോൾ പറക്കണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഡ്രോണിൻ്റെ കൺട്രോൾ പോലെ. അല്ലാതെ പ്രാവിൻ്റെ ഇഷ്ടത്തിനല്ല ഇവിടെയുണ്ട്. ഇനി ഈ 6-7 മണിക്കൂർ ആവുന്നവരെ നമ്മൾ ആഹാരം മാറ്റിയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, കൊടുക്കരുത്. പ്രാവ് പറവയിലൊക്കെ ആയി വന്നതിന് ശേഷം കുറേശ്ശെ ആഹാരം മാറ്റി. അച്ഛൻ അതേപോലെ തന്നെ വേറൊരാൾ ചോദിച്ചിട്ടുണ്ട്, ഈ ഇപ്പോൾ ട്രെയിനിങ് നൈറ്റ് ട്രെയിനിങ് തന്നെ ഈ ഹാലജൻ ബൾബോ അങ്ങനെയുള്ള സെറ്റപ്പുകളൊന്നുമില്ല, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ. അപ്പോൾ ഹാലജൻ ബൾബൊന്നും ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്യാമല്ലോ നൈറ്റ് പറവയിൽ. അപ്പോൾ മുൻ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രാവിന് പറക്കാൻ ലൈറ്റ് വേണ്ട. പ്രാവിന് വെളിച്ചത്തിൻ്റെ ആവശ്യമേ ഇല്ല, ഉറപ്പാണ്. പക്ഷെ നമുക്ക് കാണാനാണ് ലൈറ്റ്. ഹാലജൻ ബൾബ് ഈ മോളിലോട്ട് വയ്ക്കുന്നത് ആക്ച്വലി ഫോക്കസ് വയ്ക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയാണ്. പിന്നെ പന്തയം വിടുമ്പോൾ നമുക്ക് റബ്ബറേക്ക് കാണിച്ചു കൊടുക്കണ്ടേ. പ്രാവ് രാത്രി പറന്നോളൂ. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കൂട്ടുകാരനെയും കൂട്ടി അടുത്ത പറന്ന സമയത്ത് കൂടെ വന്നാൽ മതി. ഞാൻ നൈറ്റ് പ്രാവ് പറത്തി തരാം. ലൈറ്റൊന്നും വേണ്ട, നിങ്ങൾ ലൈറ്റ് അടിച്ച് നോക്കിക്കോളാം. സുഹൃത്തെ, എല്ലാ കൂട്ടിലും നൈറ്റിൽ പ്രാവ് പറക്കും. നിങ്ങൾ പഴയ നല്ല പഴക്കമുള്ള ആളുകളെ കണ്ടിട്ട് കേൾക്കണം, പ്രാവിന് പറക്കാൻ ലൈറ്റ് വേണം. ആരെങ്കിലും ഒരാൾ ലൈറ്റ് ഉണ്ടെങ്കിലേ പറക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ ഓടിയേണ്ടി വരണം. അല്ലെ അവിടെ നിന്നുകൊണ്ട് എന്നെ വിളിക്കണം. പ്രാവ് പറത്തി തഴമ്പുള്ള ആരും പറയില്ല പ്രാവിന് ലൈറ്റ് വേണമെന്ന്. പ്രാവ് പറന്നോളും സുഹൃത്തെ. ഈ നൈറ്റ് അടിച്ച് പോണ പ്രാവ് പറന്നിട്ടാണ് ഇറങ്ങുന്നത്. ആ പ്രാവിന് ആരാണ് ഈ പോണെടുത്തൊക്കെ ലൈറ്റും കൊണ്ട് ഇങ്ങനെ പോണത്? നമുക്ക് കാണാനാണ് ലൈറ്റ്. അതാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. ലൈറ്റിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഇവിടെ ലൈറ്റിട്ട് തിന്നാൻ കൊടുത്ത് വെട്ടിട്ടാൽ പറന്നുകൊണ്ടിരിക്കുന്ന പ്രാവ് ഇവിടെ തന്നെ ഇറങ്ങും. നിങ്ങൾ മുകളിലൊക്കെ ലൈറ്റ് വെച്ചിരുന്ന ആ വെട്ടമുള്ള അടുത്തെന്ന് പറയും, തളർന്നു വരുന്ന പ്രാവാണ്. അതുകൊണ്ട് മുകളിലോട്ട് കാലജൻ വേണം. പന്തയത്തിന് റബറിക്ക് അരമണിക്കൂറിലേക്ക് ആ പ്രാവ് കാണിച്ചു കൊടുക്കണമെങ്കിൽ കാലജൻ വേണം. ഇനി രണ്ടാമത്, ഈ കാലജൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രാവ് പറത്തുന്നവർ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം, അരമണിക്കൂറാകുമ്പോൾ വന്നാൽ മതി. ആ ചിന്തയിൽ നൈറ്റിലെ പ്രാവ് പറത്തല്ല. കുറഞ്ഞൊരു 10 മിനിറ്റ് 15 മിനിറ്റ് അടിക്കാൻ നട ചുറ്റണ പ്രാവ് വേണം പന്തയത്തിന് സെലക്ഷൻ ചെയ്യാൻ. ഈ അരമണിക്കൂർ എന്നുള്ളത് 5 മിനിറ്റ് കൂട്ടിയാണ് വെച്ചേക്കുന്നത്, 25 മിനിറ്റാണ്. ഈ 5 മിനിറ്റിൽ വന്നില്ലെങ്കിൽ മറ്റൊരു സമയം തരില്ല, പ്രാവ് ക്യാൻസലായി. അതുകൊണ്ട് എപ്പോഴും പന്തയത്തിന് സെലക്ഷൻ ചെയ്യുമ്പോൾ 54 നിയമങ്ങൾ കഠിനമായിട്ട് പറക്കുന്ന പ്രാവിനെ വേണം. വേണ്ട, മമ്മാസിൽ പറവയാണ്.
അല്ല, ആദ്യത്തെ പേരെൻ്റെതാണ്, ശ്രീധരൻ നാടാർ, കരിച്ചൽ. കണ്ടോ, 1993 6 മാസത്താണ്. ഒരുപാട് പേര് കമൻറ്റിൽ കൂടെ ചോദിച്ചിട്ടുണ്ട് 13 പറത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ പണ്ട് എങ്ങോട്ടെങ്കിലും പന്തയം വിട്ടിട്ടുണ്ടോ എന്ന്. ഈ 93 ശേഷം ജനിച്ച ആളുകളാണ് ഇങ്ങനെ കമൻറ്റിൽ കൂടെ ചോദിക്കുന്നത്. മനസ്സിലായോ? ഇതുപോലെ അന്ന് ഇതുപോലെ പെൻസിലിട്ടാണ് എഴുതുന്നത്. കണ്ടോ അന്നത്തെ പിക്ചർ. ഈ സംശയം ചോദിക്കുന്ന സുഹൃത്തുക്കളൊന്ന് മനസ്സിലാക്കണം, ഇത് ഞാൻ എഴുതിയതല്ല. മമ്മാസീൻ എന്ന് പറഞ്ഞിട്ടൊരു ബൃഹത്തനായ പ്രാവ് വളർത്തുകാരൻ ജീവിച്ചിരുന്നു സിറ്റിയിൽ. നിങ്ങൾ പഴയ പ്രാവ് വളർത്തുകാരുടെ അടുത്തൊക്കെ ചോദിച്ചു നോക്കണം ഇങ്ങേരാരായിരുന്നെന്ന്. തിരിച്ച് കേശവൻ മെമ്മോറിയൽ പ്രാവ് പറത്തൽ ടൂർണമെൻറ്റ്, തിരിച്ച് കബീർ സ്മാരക പ്രാവ് പറത്തൽ ടൂർണമെൻറ്റ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിവിടെ ഉണ്ടായിരുന്നു സുഹൃത്തെ. കഥ അറിയാതെ കളിക്കരുത്. ഇത് നാഷണൽ പീജൻ ഫ്ലയേഴ്സ് അസോസിയേഷൻ്റെ ഉപശാഖ പറവകളാണ്. അതാണ് ഇവിടെ MPFA എന്ന് വെച്ചേക്കുന്നത്. കണ്ടോ, റെക്കോർഡാണ് സുഹൃത്തെ. വാദോരാതെ പറയണവരേക്ക് വല്ലതും പറയാം. ഇവിടെ എല്ലാ റെക്കോർഡുകളും സൂക്ഷിച്ച് വെച്ചിട്ടാണ് ഈ വയസ്സനായ ശ്രീധരനാശാൻ പ്രാവ് പറത്തലിൻ്റെ കാര്യം പറയുന്നത്. എന്നിട്ട് എൻ്റെ ജീവനാടിയായ ചാക്കൈ ശ്രീനിവാസ പണിക്കർ അങ്ങേരുടെ നാമധേയത്തിൽ ഞാൻ ഇറക്കിയ പുസ്തകമാണ് ഞാനും എൻ്റെ പ്രാവുകളും. ഇതാണ് ചാക്കൈ ശ്രീനിവാസ പണിക്കർ. ഇതാണ് കാഞ്ഞിരംകുളം ജംഗ്ഷനിൽ ആദ്യം പ്രാവ് വെച്ചിരുന്നെന്ന് ഞാൻ പറഞ്ഞ വെണ്ടർ ജസ്റ്റസ്. പിന്നെ ഇതിനെ തുടർന്ന് ഷാനിൻ്റെ ഫോട്ടോയുണ്ട്, ആശാൻ്റെ ഫോട്ടോയുണ്ട്, എൻ്റെ ഒരു വലിയച്ഛൻ്റെ ഫോട്ടോയുണ്ട്. ഇതാണ് എൻ്റെ വലിയച്ഛൻ, പുള്ളി ഇഷ്ടംപോലെ. ഇത് ബ്ലോക്ക് മെമ്പർ ലെലിൻ, ഇത് കാഞ്ഞിരംകുളം യോഗാഭ്യാസി കുട്ടപ്പനാശാൻ, തുടർന്ന് എല്ലാവരും ഉണ്ട്. ഉണ്ടാ, അല്ലാതെ ഇത് റിക്കാർഡിക്കലായിട്ട് ഇല്ലാതെ അല്ല സുഹൃത്തെ ഞാൻ സംസാരിക്കുന്നത്. 93 ശേഷം ജനിച്ച അവരുടെ ബയോഡേറ്റ, ഈ തർക്കിക്കുന്നവർ അവരുടെ ബയോഡേറ്റ ഒന്ന് പരിശോധിച്ച് നോക്കണം. അതുകൊണ്ട് പ്രാവ് പറത്തലിൽ ഹവായി കൂടോ ഡ്രൈവർ പ്രാവോ ഒന്നും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. വീണ്ടും ഞാൻ ഈ പുതിയ പ്രാവ് വളർത്തുകാർക്ക് പറയുകയാണ്, നിങ്ങൾ 100 പേര് ഇത് കണ്ട് പുച്ഛിച്ച് തള്ളിയിട്ട് അതിൽ ഒരാൾ ഇത് ഉൾക്കൊണ്ടാൽ ഞാൻ ധന്യനായി. ആശാൻ, അതേപോലെ തന്നെ ഈ നമ്മളെ എഗ് ചെയ്യുന്നൊരു ഇഷ്യൂ പറയുന്നുണ്ട്. ഈ എന്ന് വെച്ചാൽ കുറെ കാലമായി ബ്രീഡിങ് പേരെ സെറ്റ് ചെയ്തിട്ട് പക്ഷെ എഗ്ഗും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ. അതിന് 2-3 മരുന്നുണ്ട്. ആംപ്ലേറ്റ് അടിക്കുന്ന മുട്ട അവിച്ച മുട്ടയുടെ തോടല്ല, ആംപ്ലേറ്റ് അടിക്കുന്ന അവിക്കാത്ത മുട്ടയുടെ തോട്, അത് നാടൻ കോഴി മുട്ടയുടെ തോടാണ്. ഇപ്പോൾ ബ്രോയിലർ കോഴിയാണ്. നാടൻ മുട്ടയുടെ തോട് ഒന്നട വിട്ട് ഭാര്യയൊന്നും കൊടുക്കണ്ട, പൊടിച്ചങ്ങ് ഇട്ട് കൊടുത്താണ്. ഒരു 2 ആഴ്ച കൊടുക്കുമ്പോൾ 170 പ്രാവുകളും മുട്ടയിട്ട്. പിന്നും മുട്ടയിട്ടില്ലെങ്കിൽ കുതിർത്ത ഉഴുന്ന് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഇനി വേറൊരു കാര്യം മനസ്സിലാക്കണം, ഇതിലൊരു രഹസ്യമുണ്ട്. ഇപ്പോൾ പ്രാവ് ജോഡിയിട്ടു, ഇണ ചേർന്ന് മുട്ടയിട്ടില്ല. ചില പ്രാക്കൾ ഇണ ചേർന്നാൽ 8 മുട്ടയിടും, ചില പ്രാക്കൾ 10 ചില പ്രാക്കൾ 12 ഈ ജോഡി ചേർന്നതിന് ശേഷം മുട്ടയിടുന്ന മുമ്പ് ഈ പ്രാവിനെ അവർ പിരിച്ചടി. അപ്പോൾ ഈ മുട്ടക്കരു അവിടെ വളർന്നിരിക്കും. എല്ലാത്തിനുമല്ല, ചിലതിന് സംഭവിക്കും. പിന്നീട് ജോഡിയിടുമ്പോൾ മുട്ട കരുവാകും. ഈ മറ്റേതതിനകത്തിരിക്കുകയാണ്. നേരത്തെ ആയ അണ്ടജം അതിനകത്ത് തോടാവാതെ കല്ലിച്ചിരിക്കുകയാണ്. അപ്പോഴാ പ്രാക്കൾ ചിലത് ഈ മുട്ട പോലെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന അവസ്ഥയും കാണിക്കും. മുട്ട ഇടാതെ നിൽക്കുന്നതിന് ഏറ്റവും ബെസ്റ്റ് മുട്ടത്തോടാണ്. മുട്ട അപ്പോൾ ചുമ്മെങ്കിലും ഇപ്പോൾ വേറെ ഇഷ്യൂ ഇല്ലാന്നുണ്ടെങ്കിലും കൊടുക്കുന്നത് ബെറ്റർ ആയിരിക്കുമല്ലോ. ഇപ്പോൾ അല്ലെങ്കിൽ മുട്ടത്തോടും കരിക്കട്ടപ്പൊടിയും ഇതെല്ലാം കൊടുക്കണമല്ലോ, ഗ്രിപ്പിൻ്റെ കൂടെ ഇതെല്ലാം കൊടുക്കണം. അതേപോലെ ആശാനെ വന്നിട്ട് ഈ നമ്മൾ എല്ലാവരുടെ കൂട്ടിലും കണ്ടുവരുന്നതെന്ന് വെച്ചാൽ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാ പ്രാവിനെയും കൊണ്ടേ പോകുള്ളൂ. ആ രീതി വരുന്നൊരു ഇഷ്യൂ ആണ് ഈ നെക്ക് ടെസ്റ്റിങ്. അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഈ തല തിരിയുന്നത്
ഈ തലപിരിയൽ അസുഖം പകരുന്ന അസുഖമാണ്. അത് ഈ വെള്ളത്തിൽ കൂടെ അങ്ങനെ സ്പ്രെഡ് ആവില്ല. അപ്പോൾ അത് നമ്മളാണ് പകർത്തുന്നത്, അതിൽ നിന്ന് പകരുന്നില്ല. തലവെട്ട് വന്ന പ്രാവ് കൂടി സുഖമായി കിടക്കുന്ന ഒരുപാട് പ്രാവുണ്ട്. സുഖമായിട്ടുണ്ട്, എൻ്റെ അടുത്തും സുഖമായിട്ടുണ്ട്. പക്ഷെ ഈ വരുമ്പോഴ് മിക്ക സ്പ്രെഡ് ആവും. നമ്മളിപ്പോൾ വരുമ്പോഴും പ്രാവ് ചാകുന്ന എന്തുകൊണ്ടെന്ന്, അതിന് വെള്ളം കുടിക്കാൻ പറ്റൂല, ആഹാരം എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിനെ കൊണ്ട് കുറച്ച് മാറ്റിയിടണം. അത് കിടക്കുന്ന കൂട്ടിൻ്റെ കാറ്റ് ഈ പ്രാവുകൂട്ടിൻ്റെ കൂടെയുള്ള ഒന്ന് അടിക്കാത്തൊരു ഭാഗത്ത് മാറ്റിയിടണം. മാറ്റിയിട്ടിട്ട് ന്യൂറോബയോൺ പകുതി വെച്ച് കൊടുക്കണം. ന്യൂറോബയോൺ സിറപ്പല്ല, റെഡ് കളറിൽ ഗുളിക കൊടുക്കണം. കൊടുത്തിട്ട് ഒരു 5 കടലയും വാരി കൊടുത്ത് വെള്ളവും കൊടുത്തിട്ട് തയ്ക്കണം. ഒരു ദിവസം ഉച്ചയാകുമ്പോൾ ഒരു 1/2 മണിക്കൂർ വെയിലും കൊള്ളിക്കണം. വെയിലും കൊള്ളിക്കണം. അതിൽ മാറാത്ത തലവെട്ടും, ചിലത് മാറില്ല. അത് ചിലതിന് ആക്ഷേപിക്കുന്നവർ ആക്ഷേപിച്ചോട്ടെ. ഞാൻ മുൻ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ചാരായം വൈറ്റ് ഒരു 2 തുള്ളിയിലും 4 തുള്ളി വെള്ളം ചേർത്ത് സ്പില്ലറിൽ അടിച്ചു കൊടുത്താൽ ഉറപ്പാണ് ഇത് 2ലും മാറും. ഇത് എന്തുകൊണ്ടാണ് ആക്ച്വലി വരുന്നത്? ഈ കേജ് ക്ലീൻ അല്ലാത്തതുകൊണ്ട് എന്താണ് ഇതിന്റെ? കേജ് ക്ലീൻ ഇല്ലാത്തതുകൊണ്ട് വരില്ല. കാരണം ഇവിടെ ഇഷ്ടം പോലെ തീട്ടം അത് ഇതായിട്ടിരിക്കുക. ഇവിടെ പലരും വന്ന് കണ്ടിട്ട് ആശാനത്തിൽ വൃത്തിയാക്കിയിടാത്തത് എന്താന്ന് ഈ വയസ്സായ ഞാൻ അല്ലേ? കേജിലൊന്നും കാര്യമില്ല. കേജിൽ ഇങ്ങനെയുള്ള കാര്യമില്ല. കാരണം കൂടെ ഇതിൽ മഞ്ഞപ്പൊടി ഇറക്കി കൊടുക്കണം കേജിൽ. പക്ഷേ ഈ പ്രാവിന് തലവിട്ട് വരുന്നത് നിങ്ങൾ വാക്കില്ലാതെ കൂടെ തുറന്ന് ഇങ്ങനെ ചാടി ഇറങ്ങുമ്പോൾ ഉപ്പിട്ടിയിടും, പിടിച്ച് പ്രാവ് പിടിച്ചങ്ങിരിക്കും. അതിനങ്ങനെ വരും. രണ്ടാമത് നിങ്ങളിങ്ങനെ എടുത്ത് എറിഞ്ഞു. ചിലർ മിക്കവരും ഇങ്ങനെ കൂടെ തുറക്കുകയല്ലേ ചെയ്യണം. തുറക്കുമ്പോൾ ഈ ചിറവ് വെട്ടിയ പ്രാവ് ഉപ്പിറ്റി ഇടിച്ച് വീഴും. മിക്കവരും ഈ മുനം കഞ്ഞി വെട്ടിയാണ് ഇട്ടേക്കുന്നത്. അങ്ങനെ വരാം. പിന്നെ കൊടുക്കുന്ന ആഹാരത്തിൽ പൗഡർ പോലെ പൊടി നമ്മളിങ്ങനെ വാരി നോക്കുമ്പോൾ നമ്മളെ കയ്യിൽ നിറച്ച് പൊടിയായിരിക്കും. അതിൽ വരാം. കൂടുതലും വരുന്നത് അതിലാണ്. ഈ ഫുഡിൽ ഫുഡിൽ ഈ ഗോതമ്പ് ഇതൊക്കെ നമ്മൾ മിക്ക റേഷൻ കടയിൽ അല്ല സാധാ കടയിൽ നിന്ന് വാങ്ങിച്ചാലും പൊടി കാണും മിക്കവാറും. ഇല്ല 45 രൂപ ഗോതമ്പിൽ ഒരു കളയോ പൊടിയോ ഒന്നും കാണില്ല. നിങ്ങൾക്ക് തോന്നിയാസം പോലെ നോക്കിയാൽ പോരാ. ഇതിപ്പോ കൂടിയ ഗോതമ്പല്ലേ? ഏറ്റവും കൂടിയ ഗോതമ്പാണ്. 45 രൂപയാണ്. കണ്ടോ? ഒരു കളയോ പൊടിയോ ഒന്നുമില്ല. കണ്ടോ? ഇതാ നോക്കിക്കോളൂ. എവിടെയെങ്കിലും പൊടിയുണ്ടോ? ഇതാ ഉണ്ടോ? അപ്പോൾ പ്രാവിനെ സൂക്ഷിക്കണം. എപ്പോഴും ഫ്രഷായ സാധനം കൊടുക്കണം. അല്ലെങ്കിൽ അഴുക്ക ഗോതമ്പ് കിട്ടിയാൽ പാറ്റി അതെല്ലാം കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി വെയിലത്തിട്ട് ഉണക്കി അതേപോലെ ആശാൻ ഇപ്പോൾ ഈ ഫുഡിൻ്റെ ആശാൻ അതേപോലെ ഈ ഇടയ്ക്കൊരു സുഹൃത്ത് നമ്മൾ ചോദിച്ചൊരു കാര്യമായിരുന്നു. അവൻ്റെ പ്രാവ് ഈ പറവയിൽ കയറുന്നത് ഇച്ചിരി കുറവാണ്. പക്ഷെ അവൻ വാങ്ങിച്ച പ്രാവുകളെല്ലാം നല്ല പ്രാവുകളായിരുന്നു. പക്ഷെ കയറുന്നത് അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് സൈസാവാൻ ഇതിനൊക്കെ ആയിട്ട് ഈ സ്റ്റാർട്ടർ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ കൊടുക്കരുതെന്ന് പറഞ്ഞ്. അപ്പോൾ ആശാന്റെ ഒരു അഭിപ്രായം എന്താണത്? ഈ സ്റ്റാർട്ടർ കോഴിത്തീറ്റ ഈ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് 45 ദിവസം കൊണ്ട് കറവ് പെരുവി കോഴി വളരാനാണ് ഈ സ്റ്റാർട്ടർ തീറ്റ. അതിന് പ്രാവിന് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രാവിന് കൊടുക്കാം, ഫാൻസി പ്രാവിന് കൊടുക്കാം. ഫാൻസി പ്രാവിന് കൊടുക്കാം. അത് നമുക്ക് വേണ്ട. പ്രസവം മാറ്റിയ പെണ്ണുങ്ങളെ പോലെ കുളകുളകുളകുളകുളാങ്ങ് കിടന്നുണ്ട്. പറത്ത് പ്രാവിന് ഗോതമ്പ് കൊടുത്ത് തന്നെ വളർത്തണം. ഞാനിവിടെ കമ്പംപുല്ല് കൊടുക്കാറില്ല. കമ്പംപുല്ല് കൊടുത്താൽ മൂക്കൊലിപ്പ് കൊടുക്കാൻ പാടില്ല. ഞാൻ കൊടുക്കില്ല. എനിക്കിവിടെ കമ്പംപുല്ല് കൊടുക്കുമെങ്കിൽ റേഷൻ കടയിലെ ഗോതമ്പ് കൊടുക്കുമെങ്കിൽ പ്രാവ് കഷ്ടപ്പെട്ടു ഞാൻ കൊടുക്കില്ല. കോഴിത്തീറ്റ അശേഷം കൊടുക്കില്ല. കോഴിത്തീറ്റ കൊടുക്കേണ്ട കാര്യമല്ലല്ലോ. 8-10 ദിവസം കഴിയുമ്പോൾ കുഞ്ചിന് 10 കടല അടച്ചാൽ മതിയല്ലോ. ഫാൻബ്രീഡേ കടല അടച്ച് തള്ളയടച്ച് കൊടുക്കുമ്പോൾ തള്ള കൊടുക്കുന്ന ആഹാരം. പിന്നെ ചെറുപയർ ധാരാളം കൊടുത്താൽ കുഞ്ച് പെട്ടെന്ന് ഓടി വളർന്നു. മനസ്സിലായി? അതുപോലെ ചിലവർ കുഞ്ചിന് ആഹാരം കടല കൊടുത്തിട്ട് തള്ളയ്ക്ക് ആഹാരം കൊടുത്ത് തള്ളയെ മാറ്റി ഇട്ടാക്കി. അപ്പം വൈകിട്ട് വരുമ്പോഴും തള്ള തിന്ന ആഹാരം അതുപോലെ ഇരിക്കും. അത് കുഞ്ഞിന് കൊടുത്താലേ അതിൻ്റെ ശരീരത്തിലൊന്നും മാറും, കൊക്കറയിലൊന്നും മാറും. കുഞ്ഞിരിക്കും പറഞ്ഞില്ല. അതുപോലെ 18 ദിവസം ആകുമ്പോൾ കുഞ്ചിന് വരെ ഇളക്കണം. ഫസ്റ്റ് ജനിച്ച് 18 എത്ര ഡ്രോപ്പ് കൊടുക്കണം? 2 തുള്ളി 20 ദിവസം മുമ്പോഴെങ്കിലും കൊടുത്തിരിക്കണം.
കൊടുത്താലേ ആ കുഞ്ച് എനർജിക്കലായിട്ട് വരും. അല്ലെങ്കിൽ നെഞ്ചെല്ലാം വാള് പോലെയായി ഉണക്കഴിച്ച് പിന്നെ തള്ളയെടുത്ത് ഇപ്പൊ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ച് കണ്ടില്ലേ, അതൊക്കെ ഹെൽത്തി അല്ലേ. ഇതാണ്ട ഒരു അരക്കല്ലിയായ കുഞ്ചുകൾ കണ്ട. ഈ 2 കുഞ്ചും 6 മണിക്കൂറിന് വെളിയിൽ പറന്നു, മറ്റു 2 കുഞ്ചും 1 മണിക്കൂർ 1.5 മണിക്കൂറാക്കി പേടിച്ച് പറസായി കിടക്കണം. നിങ്ങളിവിടെ ഹവായി കൂട് കണ്ട ഷട്ടില്ല, നമ്മൾ തുറന്നു വിടണം. കുഞ്ചത് ഇപ്പോഴും വെളിയിൽ കിടക്കുകയാണ് പ്രാവ് കണ്ട. എഴിച്ചൊന്നും പറക്കില്ല. അത് അറിവുള്ള പ്രാവ് അത് ചെയ്യില്ല. അറിവുള്ള പ്രാവ് നമ്മൾ പറയും പോലെയൊക്കെ. ആശാനെ അതേപോലെ തന്നെ ഇത് വേറൊരു സുഹൃത്ത് ചോദിച്ചതാണ്. വന്നിട്ടിപ്പോൾ എല്ലായിടത്തും പ്രാവുകളുണ്ട്, പ്രാവുകളുണ്ട്. പക്ഷെ അതിൽ വന്നിട്ടിപ്പോൾ എന്തു പറയാൻ, ഇപ്പോൾ ക്രോസ് ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലിയ റിസൾട്ട് വരാത്ത പ്രാവുകളും ഇതൊക്കെ ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ ഈ ആശാൻ എങ്ങനെയാണ് അതിൻ്റെ ഒരു മീൻസ് ഇപ്പം തമ്മര് വന്നിട്ട് ഇപ്പം എല്ലാ പ്രാവുക്കും ഒരേ മീൻസ് ഇപ്പം പറവപ്രാവിനും സാധാ നാടൻ പ്രാവിനും തമ്മര് കാണുമല്ലോ. തമരെല്ലാത്തിനും കാണും. അപ്പൊ ഈ അടയാളവും കൂടെ പറയുന്നുണ്ട്, വംശത്തിന്റെ അടയാളവും കൂടെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ എല്ലാ വീഡിയോയിലും പറഞ്ഞു തമരിങ്ങനെ ഇരിക്കണം, ആ വഴിക്ക് ഇന്ന അടയാളങ്ങളും ഇതാണ്. അപ്പോ ഈ പറവപ്രാവിലേക്ക് ഈ തമ്മര് തന്നെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഉള്ള പറവപ്രാവിനെ ഒരു സബ്ജ പ്രാവ് തമരൊക്കെ ഉണ്ട്. ഈ സബ്ജയുടെ തന്തയും തള്ളയും സബ്ജ തന്നെയെന്ന് നോക്കിക്കൊള്ളണം. അതിന്റെ അച്ഛനും അമ്മയും സബ്ജ തന്നെയെന്ന് നോക്കിക്കൊള്ളണം. സാമാന്യം തെറ്റില്ലാത്ത നല്ല പ്രാവുണ്ടെന്ന് പറഞ്ഞത് ഓക്കെ. നാടൻ പ്രാവിന് തമരുണ്ട്, ഫാൻസി പ്രാവിന് തമരുണ്ട്. ആ തമരിനും ആ ലയനിനും ഒത്ത വംശം തന്നെയോ പ്രാവ്. സുഹൃത്തെ, പ്രാവെന്ന് പറഞ്ഞാൽ കളർ നോക്കുമ്പോൾ ഞാൻ എടുത്തെടുത്ത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞ കാര്യമാണ്. 2 സബ്ജകൾക്ക് 2 വെള്ള വിരിഞ്ഞു. അത് വെള്ളയാവില്ല, അത് സബ്ജ ലൈനേജാണ്. കാര്യം പിടിക്കും. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ കണ്ണൂർ ഞാൻ പ്രാവ് കൊടുത്തയച്ചു, 2 സബ്ജകളെ കൊടുത്തയച്ചു. ഇവിടെ നിന്ന് കൊണ്ടുപോയപ്പോഴേ ഞാൻ പറഞ്ഞു വെള്ളയിൽ കുഞ്ഞിറങ്ങുമെന്ന്. അയാൾക്ക് അതിശയം, നാത്തി ഇറങ്ങിയ 2 കുഞ്ചും വെള്ളം. അതാണ് പരമ്പര. തെമ്മരെല്ലാത്തിനും ഉണ്ട് സുഹൃത്തെ. മാടപ്രാവിനുണ്ട്, കോഴിക്കുണ്ട്, കൊക്കിനുണ്ട്, എല്ലാത്തിനും ഉണ്ട്. വംശം വർഗം എന്ന് പറയുമ്പോൾ പ്രാവ് ഒരു വർഗം, വംശം എന്ന് പറയുമ്പോൾ കുലമഹിമ. അതാണ് വംശം. അതാണ് പറയുന്നത്. 5 ആൺപിള്ളേരുണ്ടെങ്കിൽ 5 അടുത്തെന്നുള്ള പെണ്ണുങ്ങളാണ് വരുന്നത്. ഇപ്പൊ നമ്മൾ ചോദിച്ചതൊരു പോയിന്റാണ്. ഈ വംശമാണ് നമ്മൾ പറയുന്നത്, വർഗമല്ല. വർഗം എന്ന് പറയുമ്പോൾ പ്രാവ്. ആ വർഗത്തിൽ നല്ല വംശം തന്നെയോ. ഇപ്പം നമ്മളെല്ലാവരും മനുഷ്യരല്ലേ. നമ്മൾ നല്ല വിദ്യാഭ്യാസവും വിവരവും അറിവും ഈശ്വരാധീനമുള്ള കുട്ടിയുടെ തിരക്ക് നിങ്ങൾ പെണ്ണിട്ടാൻ പോകുമ്പോൾ തിരക്കും. വിവാഹം കഴിച്ചില്ലല്ലോ, അപ്പോൾ പെണ്ണിട്ടാൻ പോയില്ല, കിളങ്ങാൻ. അപ്പോൾ അതുപോലെയാണ് ഈ വർഗം പ്രാവ്. വംശം അതിൻ്റെ നമ്മൾ വരുന്ന ആ കുലമഹിമകൾ നോക്കുന്നതാണ്. ഓക്കെ. ഇപ്പോൾ വന്നിട്ട് നമ്മളെ സാധാരണ ഇപ്പോൾ സബ്ജ ഇതിലൊക്കെ ക്രോസ് ആയിട്ട് വരുമല്ലോ നാടൻ പ്രാവുകളായാൽ പോലും. അപ്പോൾ അതിലും ഈ തമ്മിലും ഈ പറവയുടെ തമ്മിലും തമ്മിൽ നല്ല രീതിയിൽ ഡിഫറൻസ് കാണാറുണ്ടോ? ഈ ആശം കാണിച്ചതുപോലെ അതേ പ്രാക്കളുടെ തമര തുടങ്ങണില്ലേ, അവിടെയൊക്കെ ഇങ്ങനെ പച്ച കളറും നീല കളറും ഒക്കെ. ഈ പറവയിൽ ലോക്കൽ പ്രാവ് ഉണ്ടോ? ഇത് നല്ല സ്വന്തല്ലേ ഉണ്ടല്ലേ ഉണ്ടല്ലേ. ഇതിൻ്റെ ഇവിടെയൊക്കെ കറുപ്പും ഒരുമാതിരി പച്ച കളറുമായിരിക്കും. അതൊന്നും ഗുണമുള്ളേ പറക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുപോലെ ചിലതില് ഈ തമരിന്റെ അടുത്തൂടെ ഒരു ചെവല നൂല് കാണും. ഉണ്ടോ? അതൊക്കെയാണ് പറവപ്രാവ്. അതാണ് വംശവും തമരും ഒക്കണം എന്ന് പറയുന്നത്. പ്രാവ് എല്ലാവരിലും ഉണ്ട് സുഹൃത്തെ, എല്ലാവരിലും പ്രാവുണ്ട്. നിങ്ങൾ വേറെ ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കൂട്ടുകാരുണ്ട്, നിന്റെ ഒരു പ്രാവുണ്ട്, പിന്നെ അതിൻ്റെ ഇന്ന വഴിയുണ്ടല്ലോ, അതിൻ്റെ അച്ഛനും അമ്മയുണ്ട്, അല്ലെങ്കിൽ അച്ഛനും അമ്മ എന്തൊരു വഴിയാണ് എന്നല്ല അവർക്കാർക്കും അറിയില്ല. നിങ്ങൾ ചോദിച്ചു നോക്കി, അവർക്കറിയില്ല. ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നു. പക്ഷെ അവർ പറയുന്നത് എന്തിനാണ്? അച്ഛനെ എൻ്റെ 2 സബ്ജക്റ്റാണ് ഞാൻ ഉടൻ ചോദിക്കുന്നത്. അതാണ് ഇവരൊക്കെ ഭ്രാന്തെന്ന് പറയുന്നത്. അവിടെ അതിൻ്റെ അച്ഛനും അമ്മയും അറിയില്ല. അപ്പോഴവരുടെ ഞാൻ കേൾക്കണം, നിങ്ങൾ പോയൊരു പെണ്ണ് കേട്ടു, ആ പെണ്ണിൻ്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കണമെങ്കിലും റിലേഷൻസൊക്കെ ജീവിച്ചിരിക്കണമെങ്കിലും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അവരുടെ ബന്ധുക്കളൊന്നും പോട്ടെ, അച്ഛനെയും അമ്മയും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതാണ് കുലമഹിമ. നമ്മൾ കെട്ടാമണ പെണ്ണിൻ്റെ അമ്മ ഇത്തിരി വായാടിയാണെങ്കിൽ ആ ചെറുതായി നോക്കും, കിട്ടും, എപ്പോഴെങ്കിലും കിട്ടും. 100-ൽ ചിലപ്പോൾ കിട്ടാതിരിക്കും. അതാണ് സുഹൃത്തെ വംശം. വർഗം പ്രാവെന്ന വർഗം
നമ്മളിവിടെ തിരിച്ചാണ് പ്രാവിനെ കാണുന്നത്. വിലമഹിമ. അതേപോലെ തന്നെ ആശാനെ ഈ നമ്മളിപ്പോൾ ഈ സീസൺ ടൈമൊക്കെ ആകുമ്പോഴേക്ക് ഈ ഫാൽക്കണിൻ്റെ അറ്റാക്ക്, ഈ പരുന്നിൻ്റെ അറ്റാക്ക് ഉണ്ടല്ലോ, പരുന്നല്ല അതിൻ്റെ പേര് വൈരിയുടെ അറ്റാക്ക്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ഇതാക്കി ടൂർണമെൻറ്റിൽ കൊണ്ടുവരാൻ വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പോൾ എന്താണ് വഴിയെന്ന് പറഞ്ഞാൽ അതിന് വഴിയൊന്നുമില്ല. പഴയ ആചാര്യന്മാർ, പഴയ പ്രവണത്തുകാർ, എനിക്ക് മുമ്പ് അല്ലെങ്കിൽ എൻ്റെ അവസരത്തൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഈ പ്രകൃതിയുമായിട്ടൊക്കെ ചൂടിലാണെന്ന് പോയിട്ടില്ല. അപ്പോൾ അവരൊക്കെ മേടം 10 തൊട്ടാണ് പറവ തുടങ്ങണം. മേടം 2.5 മാസം. ഈ 2.5 മാസം കൊണ്ട് പറവ തീരുക. അത് ആ കാലഘട്ടം. ഇപ്പം വികസനം വന്നു. പക്ഷേ ഈ 2.5 മാസം ഓരിച്ചൊരിയുന്ന മഴയാണ്. ഈ മഴയത്ത് ഈ വൈരി കാട് കയറുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആ 2.5 മാസം പറവ വെച്ചേക്കുന്നത്. ഇപ്പം അങ്ങനെയല്ല. പിള്ളേർ തോന്നുമ്പോൾ പറത്തും, വൈരി കൊണ്ടുപോകും, അല്ലെങ്കിൽ പരന്ത് കൊണ്ടുപോകും. തിരിച്ച് കുറേ വൈരികളെ പ്ലെയിങ് ഗ്രൗണ്ടിൽ സൗദിയിൽ നിറക്കിയിട്ടുണ്ട് ഈ പ്രാവുകളെ നിയന്ത്രിക്കുക. അപ്പോഴങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോഴതിനനുസരിച്ച് നമ്മൾ പ്രാവ് ഇടുക. അത് മാത്രമല്ല, ഈ പറവ സമയത്ത് ആ 2.5 മാസവുമാണ് നമ്മൾ പുതിയ കുഞ്ഞുങ്ങളെ ഇണക്കിയെടുക്കുന്നത്. അപ്പോഴും കുഞ്ഞ് പറത്താൻ നിൽക്കില്ല. അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇപ്പം ഏതോ പയ്യന്മാരൊക്കെ പറയുന്നുണ്ട്, പിന്നെ രാത്രി പറവ കൊണ്ടുവരാൻ പോവുകയാണ്. അവരുടെ ഐഡിയ കൊള്ളാം. പക്ഷെ അയൽക്കാരുടെ പഠിക്കുന്ന പിള്ളേർ, പ്രായമായ ആൾക്കാർ, ഗർഭിണികൾ, അയൽക്കാർക്കുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെയായിട്ടില്ലേ. ഈ നൈറ്റിലൊക്കെ കൊണ്ടുവരാൻ ആഗ്രഹം പ്രകടിപ്പിക്കാം. പക്ഷെ അത് കൊണ്ടുവരുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. അച്ഛനെ ലാസ്റ്റ് ആയിട്ടുള്ളത് ഈ ഇപ്പോൾ ചിക്സ് നമ്മൾ ഈ പറവയ്ക്ക് വേണ്ടിയായിട്ടുള്ള ഇതുണ്ടല്ലോ, ആ രീതിയിലുള്ള കുഞ്ഞന്മാർക്ക് ഇടാൻ പറ്റിയ കേജിന്റെ സൈസും അതേപോലെ ബ്രീഡിംഗ് പെയറിനുള്ള കേജിന്റെ സൈസും. 12 ഇഞ്ച് പൊക്കം, 12 ഇഞ്ച് വീതി, ഒരു 15 ഇഞ്ച് നീളം. ചില പ്രാവ് കുഞ്ചുകൾ നീളം കൂടുതലാണ്. ഇത് ചിക്സിന് സിംഗിൾ ആയിട്ട് ഇടാൻ വേണ്ടി, സിംഗിൾ ആയിട്ട് ഇടാനും പറത്ത് പ്രാവിനും. കാരണം ചെറുത് തരിച്ചിടാം. ഒരിക്കലും പറയാ. അതായത് 12 ഇഞ്ച് പൊക്കം, 12 ഇഞ്ച് വീതി, 15 ഇഞ്ച് നീളം. ഈ 15 ഇഞ്ച് നീളം കൂട്ടിയിരിക്കുന്നത് 3 ഇഞ്ച് ഇപ്പം കൂട്ടിയതാണ്. അത് വാല് ഇപ്പം ഇറങ്ങുന്ന ചില പ്രാക്കൾ നല്ല നീളമാണ്. അപ്പോഴത് വാല് തട്ടി ഒടിയും. അതുകൊണ്ടാണ് ഈ 15 ഇഞ്ച് ഉള്ളത്. ബ്രീഡിംഗ് സൈസുള്ള നമ്മളിപ്പോൾ കുഞ്ഞെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടാം. വലിയ എത്ര വലുതിട്ടാലും കുഴപ്പമില്ല, സ്ഥലം ഉള്ളതുപോലെ ഇടാം. ഞാൻ ഇവിടെ ഒരു സെന്റ് എന്നെ വെട്ടിമൂടാനാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതിനകത്ത് എന്തെല്ലാം വെച്ചേക്കുന്നത്, പട്ടിക്കൂട്, കിളിക്കൂട്, പ്രാവിക്കൂട് എല്ലാം ഇരിക്കും. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും. പറത്ത് പ്രാവിന് 12 ചെറു ബോധിങ്ങി തരിച്ച് നിൽക്കണം. പറത്ത് പ്രാവിന് മാത്രമാണ് ഒരു ഇന്ന സൈസിൽ വേണം എന്നുള്ളൊരു നിർബന്ധമുള്ളത്. പറത്തുന്ന പ്രാവിന് നിർബന്ധമാണ്. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഏകദേശം കാര്യങ്ങളും പറഞ്ഞു. ഇപ്പോൾ ചോദിച്ച കാര്യങ്ങൾ ആശാൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും കൂടെ. പറവ സ്റ്റേജിലുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞതൊക്കെ തന്നെ നല്ല അറിവുള്ള, പ്രാവ് പറത്തിയും വളർത്തിയും സെറ്റ് ചെയ്തും തഴക്കമുള്ള ആളുകളെടുത്ത് വെറുതെ അത് തുറന്നു പറയണം. വെയിറ്റിട്ട് ചെന്നിരുന്ന ആരും പറഞ്ഞു തരും. അപ്പച്ച അല്ലെങ്കിൽ ആശാനെ അല്ലെങ്കിൽ അപ്പൂപ്പ, എനിക്ക് പ്രാവ് പറത്തണമെന്ന് ആഗ്രഹമുണ്ട്, അപ്പച്ച ഒന്ന് പറഞ്ഞു തരണം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മനസ്സാക്ഷി ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും. കാരണം എൻ്റെ മുൻ വീഡിയോകൾ കണ്ടവരാരും എന്നെ തെറ്റ് പറഞ്ഞിട്ടില്ല. കാരണം ഏത് രാത്രി വിളിച്ചാലും ഞാൻ എടുത്ത് അവർ ചോദിക്കുന്നതിനപ്പുറം അറിവുകൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആരും ഇല്ല എന്ന് പറയില്ല, ഒരു വ്യക്തി. അല്ലാതെ വെയിറ്റിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാബല്യം കിട്ടുന്നില്ല. അത് ഒരുപാട് വർഷം പറത്തി വരുമ്പോൾ തന്നെ പറക്കും. അപ്പം നമുക്ക് നമ്മളെ പൊന്നെ വെച്ച വർഷത്തിൽ തന്നെ പറത്തിയില്ലേ. ഇവിടുത്തെ അറിവവനുണ്ട്. പിന്നെ ഇപ്പോൾ DM ലോക്കിലും പറത്തി, പക്ഷെ പന്തയത്തിന് പറത്തി കൊള്ളിക്കാൻ പറ്റിയില്ല. മഴ അതിൽ തന്നെ അവിടെ തന്നെ ഞാൻ ഈ പറഞ്ഞില്ലേ, ദിനേശ്, അസീസ്, പിന്നെ അസീം, അംബ്രാൻ, ഈ പേര് പറയാൻ വിട്ടുപോയ സെയ്ദ് അലിക്കും ഭയങ്കര താല്പര്യമാണ്. അവരൊക്കെ പരസ്പര പ്രാവുകളുടെ ആഹാരത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ഒക്കെ അറിവുകൾ, നല്ല പയ്യന്മാർ.
പിന്നെ പൂവാറിൽ വേറെയും പ്രാവ് വളർത്തുകാരുണ്ട്. സ്റ്റീവൻ കഴിഞ്ഞ തവണയൊക്കെ പന്തയം വിട്ട പയ്യനാണ് കറപ്പുറത്ത്. പിന്നെ ഷാൻ എന്ന് പറഞ്ഞൊരു ഷാൻ മുഹമ്മദ്, നമ്മൾ മുഹമ്മദ് എന്നാണ് തോന്നുന്നത്, പക്ഷേ നമ്മൾ പെട്ടെന്ന് ഷാന് എന്ന് വിളിക്കും. പിന്നെ അത് പോയിട്ട് മുജീബ് എന്ന് പറഞ്ഞൊരാൾ പ്രാവ് വെച്ചിട്ടുണ്ട്, പന്തയത്തിലൊന്നും വിട്ടിട്ടില്ല. പിന്നെ വേറെ ആരുമൊക്കെ പോവാറുണ്ട്, എനിക്ക് അറിഞ്ഞൂടാത്ത പേരുകാരുണ്ട്. കാരണം പൂവാറിലെ ആദ്യത്തെ പ്രാവ് വളർത്തുകാരൻ അഫ്സാൻ മുതലാളി സായിപ്പാണ്. ഇവിടെ ഇത്ര തന്നെ നല്ല പ്രാവ് വളർത്തുക, പ്രാവ് എണ്ണം കയറ്റാതിരിക്കുക. പ്രാവ് വളർത്തി, വീണ്ടും ഞാൻ പറയുകയാണ്, പ്രാവ് വളർത്തി പെയ്യെന്ന് പറഞ്ഞ് വീട് കുറവുമില്ല, അവിടെ മരണം സംഭവിക്കുകയില്ല. ഒരാൾ മരിക്കുമ്പോൾ ദൈവം വിളിക്കുമ്പോൾ അങ്ങ് പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ Q&A കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഏജന്റും ചോദിച്ചിട്ടുള്ള ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവർ വീണ്ടും കമൻറ്റ് ഇട്ടിട്ട് നമുക്ക് വീണ്ടും ഒരു വേറൊരു വീഡിയോയിൽ അത് ചെയ്യാവുന്നതാണ്. ഇപ്പൊ തൽക്കാലം ഇത്രയും ഇപ്പോൾ